ഒരു സംഘർഷത്തിന്റെ വാർത്തയിലേക്ക് ആ ദൃശ്യങ്ങളിലേക്കാണ്. തൃശൂർ പെരുമ്പിലാവിലാണ് ബാറിൽ വലിയ സംഘർഷമുണ്ടായത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ച് തകർക്കുകയായിരുന്നു. പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, എന്തായിരുന്നു പ്രകോപനം? കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു കാറിലെത്തിയ സംഘം 2 യുവാക്കളെ മാരകമായി കമ്പിയും വടിയുമൊക്കെ ഉപയോഗിച്ച് അടിക്കുന്നതും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടുകയും അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് പ്രകോപനം? ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കാനുള്ള കാരണം എന്താണ്? ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതായത് ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രി 10 മണിക്കാണ്. ബാറിൽ വെച്ച് KR ബാറിലാണ്, പെരുമ്പിലാവ് KR ബാറിൽ വെച്ചാണ് സംഘർഷം ഉണ്ടായത്. ഈ മർദ്ദനമേറ്റ യുവാവ് എന്ന് പറയുന്നത് പെരുമ്പിലാവ് കരിക്കാട് സ്വദേശിയായ ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ്. ഈ ബാറിൽ മദ്യപിച്ച ശേഷം ഇയാൾ അവിടുത്തെ ജീവനക്കാരോട് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. അത് പിന്നീട് ആദ്യഘട്ടത്തിൽ ഒരു വാക്കേറ്റമായിരുന്നു, പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ബാറിനകത്ത് വെച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബാർ ജീവനക്കാരെല്ലാവരും കൂടി ബലം പ്രയോഗിച്ച് ഇയാളെ ഈ ബാറിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ബാർ ജീവനക്കാർ തന്നെ ഇയാളുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇയാൾ ബാർ ജീവനക്കാർ തിരിച്ചും മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷം പുറത്തേക്ക് എത്തി അതിക്രൂരമായി സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടി ഉപയോഗിച്ചുകൊണ്ട് നിലത്തിട്ട് അടിക്കുകയായിരുന്നു. തലയോട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ യുവാവിനെ കൊണ്ടുവന്നത്. പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും, വളരെ ഗുരുതരമായ ഒരു മർദ്ദനം തന്നെയാണ് ഇയാൾക്ക് ഏറ്റിട്ടുള്ളത്. പരസ്പരം ഉണ്ടായ വാക്കേറ്റവും സംഘർഷവും ഒക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കൂട്ടം ചേർന്നോ അല്ലെങ്കിൽ ഇത്രയൊക്കെ അപകടകരമാവുന്ന രീതിക്ക് ഒരു മരണം വരെ സംഭവിക്കാവുന്ന രീതിക്കുള്ള മർദ്ദനമൊക്കെ നടത്തുന്നത് എത്രത്തോളം അത് നിയമപരമാണ് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസിനെ വിളിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ സ്വയം നിയമം കയ്യിലെടുക്കുക എന്നൊരു കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാർ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശരി, സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങളാണ് MS ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് നൽകിയത്. യുവാവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്.